3 ടയർ പൊട്ടിച്ചു, ഒരു സസ്പെൻഷൻ സ്റ്റഡ് പൊട്ടിച്ചു. ഇതൊന്നും വെറുതെ പൊട്ടിയതല്ല, നിങ്ങളെ കൊണ്ട് പൊട്ടിക്കാൻ കഴിയുണ്ടാവില്ല. ഹാർഡ് ഓഫ് റോഡിംഗിൽ ചെയ്താലും ഈ ബെല്ലി ഇടിക്കുന്ന പ്രശ്നം അതൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ വണ്ടി എല്ലായിടത്തും കയറും. ഭയങ്കര, അതായത് ട്രാക്ഷൻ കൺട്രോളിൽ വെച്ചിരിക്കുന്ന മോഡുകൾ അത്ര എഫിഷ്യന്റ് ആണ്. But doing it with an EV was a tough job. Like, I have never driven an EV in such kind of terrains. ഗ്ലോബൽ മാനുഫാക്ചറേഴ്സ് എല്ലാം ടുവേർഡ്സ് EV ആണ് വരുന്നത്. അതിൻ്റെ ചുവട് പിടിച്ച് ഇന്ത്യൻ മാനുഫാക്ചറേഴ്സും ആ ഒരു ട്രെൻഡാണ് ഫോളോ ചെയ്യുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മഹീന്ദ്ര 2 പ്രൊഡക്ട്സാണ് 1 ഇയർ ബാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, B6-ഉം XEV9-ഉം. അപ്പം നമ്മൾ വിചാരിച്ചു ടാറ്റ കുറച്ച് പിന്നിലേക്കാണെന്ന്. പക്ഷേ നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ടാണ് Harrier.EV എന്ന ഈ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തത്. നമുക്ക് ഹാരിയറിനെ ഒരു ഹാർഡ് SUV എന്ന് വിളിക്കാൻ പറ്റില്ല. ഇതൊരു സോഫ്റ്റ് SUV അല്ലെങ്കിൽ പാർട്ട് ടൈം SUV എന്നേ വിളിക്കാൻ പറ്റുള്ളൂ. ബട്ട് ഇൻസ്പൈറ്റ് ഓഫ് ദാറ്റ്, ദ പെർഫോമൻസ് ഫ്രം ഹാരിയർ EV നമ്മൾ ഇതിൻ്റെ ആഡിലൂടെ കണ്ടതാണ്. ഡോക്ടർ ഫഹദ് ആനപ്പാറ എന്ന് പറയുന്ന ആ ഒരു മൗണ്ടനിൽ, ഇതുവരെ ആരും കോൺകർ ചെയ്യാത്ത ആ മൗണ്ടനിൽ ഒരു ഇലക്ട്രിക് ഹാരിയറുമായി എത്തിയ ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് ആദ്യമൊക്കെ കാണുമ്പം എനിക്ക് തന്നെ അത് എന്താ പറയുക, വിശ്വസിക്കാൻ പറ്റിയില്ല. ഇത് VFX ആയിരിക്കും എന്നാണ് ഞാൻ കരുതിയിരുന്നത്. ബട്ട് പിന്നെയാണ് ഇതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞത്. അത് റിയലി ഷൂട്ട് ചെയ്ത ഒരു ആഡാണ്. ടാറ്റ ഹാരിയർ റെയർ വീൽ ഡ്രൈവും ഓൾ വീൽ ഡ്രൈവ് വേർഷൻസിലും അവൈലബിൾ ആണ്. ഈ ഓൾ വീൽ ഡ്രൈവ് വേർഷന് ടാറ്റ പേറ്റൻറ്റ് ചെയ്തിരിക്കുന്ന, അഥവാ ടാറ്റ വിളിക്കുന്ന ഒരു പേര് ക്വാഡ് വീൽ ഡ്രൈവ് എന്നാണ്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ പണ്ട് ടാറ്റ ഇൻഡിക്കയ്ക്കൊക്കെ ക്വാഡ്രാജെറ്റ് എൻജിൻ എന്ന് പറഞ്ഞ്, അത് ശരിക്കും ഫിയറ്റ് സോഴ്സ്ഡ് എൻജിനാണ് എന്ന് പറഞ്ഞ പോലെ ആ ഒരു ക്വാഡ് വീൽ ഡ്രൈവ് എന്നുള്ള ഒരു പേരാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്, ആ ഒരു 4 വീൽ അല്ലെങ്കിൽ ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റത്തിന്. എക്സ്പീരിയൻസ് ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് EV വെച്ച് കയറ്റാന്നുള്ളതായിരുന്നു അതിൽ ഏറ്റവും വലിയൊരു ചലഞ്ചുള്ള കാര്യം. അത് നല്ല ഫണ്ണായിരുന്നു. എപ്പോഴും EV നമുക്ക് അത്ര ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല അല്ലേ, ശരിക്കും ടോർക്ക് വേണം. ഡീസൽ എഞ്ചിൻസിനാണ് കൂടുതൽ. ട്രാക്ഷൻ കൺട്രോൾ ഒക്കെ ഒരിക്കലും ഇങ്ങനത്തെ ടെറൈനിൽ കയറ്റാൻ സമ്മതിക്കില്ല EV. ഇതൊരു ഓൾ വീൽ ഡ്രൈവ് EV, പ്രോപ്പർ ഓഫ് റോഡിങ്ങിന് വേണ്ടി മാത്രമായിട്ട് കുറെ സാധനങ്ങൾ അതിനകത്തുണ്ട്. അത് ഭയങ്കര ഫണ്ണായിരുന്നു. ഇത് ശരിക്കും ഒരു 4 വീൽ ഡ്രൈവ് അല്ല, ഓൾ വീൽ ഡ്രൈവ് ആണ്. ഇറ്റ്സ് നോട്ട് മെന്റ് ഫോർ ഹാർഡ് ഓഫ് റോഡ് അല്ലേ. ഇൻസ്പൈറ്റ് ഓഫ് ദാറ്റ് ഹാർഡ് ഓഫ് റോഡിംഗിൽ ചെയ്താലും ഈ ബെല്ലി ഇടിക്കുന്ന പ്രശ്നം അതൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ വണ്ടി എല്ലായിടത്തും കയറും. ഭയങ്കര, അതായത് ട്രാക്ഷൻ കൺട്രോളിൽ വെച്ചിരിക്കുന്ന മോഡുകൾ അത്ര എഫിഷ്യന്റ് ആണ്. ഓക്കെ, എന്തെങ്കിലും ചാലഞ്ചസ് തോന്നിയോ? എനിക്കറിയാം ഒരുപാട് ക്യാമറാസ് ഉണ്ടായിരുന്നു, ഒരുപാട് ബാക്കപ്പ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറെ വീഡിയോസ് ഒക്കെ കണ്ടതാ. എന്തായിരുന്നു ഇനീഷ്യലി അവർ വണ്ടി നശിപ്പിക്കരുതെന്ന് പറഞ്ഞ് കുറെ പിന്നാലെ കൂടി, അത് വണ്ടി അടി തട്ടുമ്പോൾ അപ്പോൾ പിന്നാലെ ഒരാളുണ്ടാവും. അതൊക്കെ തന്നെയായിരുന്നു ചലഞ്ചസ്, ഇനീഷ്യൽ ചലഞ്ചസ്. പിന്നെ ഫൈനലിൽ ക്യാമറ ക്രൂവിന്റെ ലൈനായിരുന്നു. ഏറ്റവും ആദ്യം ഇവരുടെ ടാറ്റയുടെ ആൾക്കാരും വീഡിയോയുടെ ലൈനിലേക്ക് കൊണ്ടുവന്ന ആൾക്കാരും ഏറ്റവും ലാസ്റ്റിൽ ക്യാമറ ടീമിന് നല്ല ഷോട്ടുകൾ വേണമെന്ന് പറഞ്ഞു. അതിന് അവർ എന്നോട് പറഞ്ഞു പുഷ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോഴായിരുന്നു എനിക്ക് അതുവരെ എന്നെ എല്ലാ സൈഡിൽ നിന്നും കടിഞ്ഞാണിട്ട് പിടിച്ചേക്കായിരുന്നു. നമ്മുടെ ഒരു കേപ്പബിലിറ്റി ഏറ്റവും ലാസ്റ്റ് 2 ദിവസം മാത്രമാണ് ഞങ്ങൾ അതിനെ പുഷ് ചെയ്തിട്ടുള്ളൂ. 7 days. എത്ര ആളുകൾ ഉണ്ടായിരുന്നു? ഒരു 100 ആളുടെ മുകളിലുണ്ടായിരുന്നു. സിനിമ ക്രൂ ആയിരുന്നു പ്രോപ്പർ. ആണല്ലേ? സിനിമയുടെ സെറ്റ് പോലെ തന്നെ ചെയ്തതാണ്. താങ്ക് യു ഡോക്ടർ. എന്ന് പറയുന്നത്. So yes, once again requesting everyone please be seated. വേഗമായിട്ട് ഒത്തിരി EV launch ചെയ്താണ്. It is the unveiling ceremony of Tata Harrier.EV. So കാറുകളുടെ രംഗത്ത് പുതിയൊരു ഹിസ്റ്ററി സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് Tata Harrier.EV നമ്മുടെ ഏറ്റവും വലിയ ഡീലറായിട്ടുള്ള ലക്സം ടാറ്റ നമ്മൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ലോഞ്ച് ചെയ്തിരിക്കുന്നു. റാലി കാർ ഓടിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. അതുപോലെ എനിക്ക് ഓടിക്കാൻ എൻ്റെ കയ്യിൽ ഒരു കാർ ഇല്ലാത്തതുകൊണ്ട് ആ കിട്ടിയ ചാൻസ് ഞാൻ ഇതിനകത്ത് മുതലാക്കിയിട്ടുണ്ട്. ഈ വണ്ടി ആ എസ്റ്റേറ്റ് റെയിൽസിൽ കൂടെ പോകുന്നൊരു വീഡിയോ കാണാം. ആ വീഡിയോ ഇറ്റ് വാസ് ഷോട്ട് അറ്റ് അറൌണ്ട് 120 kmph. അത്രയും സ്പീഡ് ഉണ്ടായിരുന്നു എസ്റ്റേറ്റ് റെയിൽസിൽ. ലൈക്ക് അത് കഴിഞ്ഞ് അവരെന്നോട് പറഞ്ഞ് ഈ ടാറ്റയുടെ ഓഫീഷ്യൽസിനൊക്കെ അവർ മാറ്റി നിർത്തി. മീഡിയ ടീം പറഞ്ഞു
അപ്പോൾ നിങ്ങൾക്ക് പേടിയില്ലല്ലേ, എന്നാൽ പിന്നെ നിങ്ങൾ ഇതിനെ പുഷ് ചെയ്തോ, ഞങ്ങൾക്ക് നല്ല ഷോട്ട് വേണമെന്ന് പറഞ്ഞു. സോ ഇറ്റ് വാസ് ലൈക്ക് എനിക്ക് അങ്ങനെ ഒരു ഫുൾ ഫ്രീഡം കിട്ടിയ പോലെ ആയി വണ്ടിയുടെ മുകളിൽ. അവർ പറഞ്ഞു നിങ്ങൾ എന്ത് വേണമെങ്കിലും പൊട്ടിച്ചോ, ഞങ്ങളുടെ അടുത്ത് എല്ലാ സാധനവും ഉണ്ട്, 3 വണ്ടി ഉണ്ടെന്ന് പറഞ്ഞു. അത് ലാസ്റ്റ് 2 days ആയിരുന്നു. അങ്ങനെ ലാസ്റ്റ് 3 ദിവസം റാലി കാർ റിപ്പ് ചെയ്യണ പോലെ ഞാൻ ഈ വണ്ടീനെ റിപ്പ് ചെയ്തിട്ടുണ്ട്. 3 ടയർ പൊട്ടിച്ചു, ഒരു സസ്പെൻഷൻ സ്റ്റഡ് പൊട്ടിച്ചു. ഇതൊന്നും വെറുതെ പൊട്ടിയതല്ല, നിങ്ങളെ കൊണ്ട് പൊട്ടിക്കാൻ കഴിയുണ്ടാവില്ല. ചിലപ്പോൾ വണ്ടി ഭ്രാന്തന്മാരായ ആരെങ്കിലും ഉണ്ടെങ്കിലും അല്ലെങ്കിൽ റാലി ഓടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് പറ്റുമായിരിക്കും. ഒരു സാധാരണ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു ബേസിക് ഓഫ് റോഡിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. കാരണം ഞാൻ അതുപോലെ ഇതിന് റിപ്പ് ചെയ്തു. ആൻഡ് ദിസ് കാർ ടുക്ക് ഓൾ ദോസ് അബ്യൂസ്. ആ സ്റ്റഡ് പൊട്ടിക്കാൻ ഒരേ ടൈപ്പ് ജമ്പ് എനിക്ക് 4 തവണ എടുക്കേണ്ടി വന്നു. നിങ്ങൾ ആ ടാറ്റയുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഒരു ജമ്പ്. ആ ജമ്പ് ഒന്നും അല്ലായിരുന്നു, ഞാൻ അതുപോലെ കൊണ്ടുപോയി കല്ലിട്ട് അടിച്ചിട്ടുണ്ട്, എന്നിട്ടാണ് അത് പൊട്ടിച്ചത്. അപ്പം ലൈക്ക് ഐ എം സോ ഇംപ്രസ്ഡ് വിത്ത് ദ കാർ. ടാറ്റ ഒരു ചാൻസ് എനിക്ക് തരികയാണെങ്കിൽ ഐ വിൽ ബി ഗോയിങ് ഇൻ ടു റാലിയിങ് വിത്ത് ദിസ് കാർ ഫോർ ഷുവർ.